ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേര് ഈയിടെ കുറേ കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത്തവണ അക്ഷയതൃതീയയ്ക്ക് പോയില്ലേ, ഒന്നും വാങ്ങിയില്ലേ, അതെന്ത് പറ്റി, അതിലുള്ള വിശ്വാസമൊക്കെ പോയോ, അതുകൊണ്ടാണോ, അതോ ഗോൾഡിന് ഭയങ്കര റേറ്റ് ആണ് അതുകൊണ്ട് വാങ്ങാൻ പറ്റിയില്ലേ, അതോ കഴിഞ്ഞ വർഷം വാങ്ങിച്ചിട്ട് പിന്നെ അതിൽ പൊലിച്ച് വന്നില്ലേ, മേന്മയൊന്നും ഉണ്ടായില്ലേ, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ച് കുറേ പേര് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിനൊക്കെയുള്ളൊരു ആൻസറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അക്ഷയതൃതീയയിലുള്ള വിശ്വാസം പോയോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇതുവരെ അതിനുള്ള വിശ്വാസമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓരോ വർഷം ചെല്ലുന്തോറും ഇതുവരെ അതിനുള്ള വിശ്വാസം കൂടിയിട്ടേ ഉള്ളൂ. നമ്മൾ അന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ നമുക്ക് വീണ്ടും പൊലിച്ചു വരും, നമുക്കത് ഐശ്വര്യമാണെന്നുള്ള ആ ഒരു വിശ്വാസം തന്നെയാണ് എനിക്കിപ്പോഴും. എൻ്റെ വിശ്വാസമാണ് ഞാൻ പറയുന്നത്, എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ശരിക്കും ഞാൻ അക്ഷയതൃതീയയെ പറ്റി അറിയുന്നത് ഒരു 20 വർഷം മുമ്പാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ഒരു സഹപ്രവർത്തക എന്നോട് ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. അത് കേട്ട് കഴിഞ്ഞപ്പം ഇങ്ങനെയൊരു ദിവസം ഉണ്ടോ, കാരണം ഇങ്ങനെയൊന്നും ആരും അതേപ്പറ്റി പറഞ്ഞ് കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൃത്യമായിട്ടും ആ കുട്ടിയോട് എന്നാണ് ഇനി നെക്സ്റ്റ് അക്ഷയതൃതീയ വരുന്നത് എന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി വെച്ചു. അത് കഴിഞ്ഞാൽ അന്ന് തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് നെക്സ്റ്റ് ഇയറിൽ അക്ഷയതൃതീയയ്ക്ക് എന്തെങ്കിലും ഗോൾഡ് വാങ്ങണം. ഒരുപാടൊന്നും വേണ്ട, 1 ഗ്രാമിൻ്റെ ഒരു മോതിരമെങ്കിലും വാങ്ങണം. കാരണം എനിക്ക് ഗോൾഡ് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അത് നമുക്കിങ്ങനെ പൊലിച്ച് വരുവാണെങ്കിൽ നല്ലതാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ഞാൻ അന്ന് ചിന്തിച്ചു. അപ്പോൾ ആ സമയത്ത് അന്ന് ഫസ്റ്റ് ഞാൻ അക്ഷയതൃതീയയ്ക്ക് ഇങ്ങനെ ഗോൾഡ് വാങ്ങുന്ന ആ സമയത്ത് എനിക്ക് ഏകദേശം ഒരു 10 പവൻ്റെ അടുത്ത് ഗോൾഡ് ഓർണമെൻറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഒരു അത്യാവശ്യം ഒരു മാല, 2 വള, ഒരു പാദസരം, കമ്മൽ, 2-3 മോതിരം, ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടെ ഒരു 10 പവൻ കാണും. അത്രയും ഓർണമെൻറ്റ്സ് ഒക്കെ അന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇനി ഇത് വാങ്ങണം, കൂടുതൽ വാങ്ങണം എന്നൊക്കെ. അങ്ങനെ ഞാൻ ആ ഡേറ്റ് ഓർത്തിരുന്ന് പിറ്റേ വർഷം ഞാൻ അക്ഷയതൃതീയയ്ക്ക് ഒരു ഗോൾഡ് റിങ് വാങ്ങി. അവിടെ തൊട്ട് ഇങ്ങോട്ട് ഓൾമോസ്റ്റ് എല്ലാ വർഷവും ഞാൻ വാങ്ങിക്കാറുണ്ട്. പിന്നെ നമ്മുടെ കോവിഡിൻ്റെ സമയത്ത് വാങ്ങിച്ചില്ല, അതിനുശേഷം ഒരു വർഷം വാങ്ങിച്ചില്ല, പിന്നെ അതിന് മുമ്പ് ഒന്നോ രണ്ടോ പ്രാവശ്യം വാങ്ങിയില്ല. അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ 1-2 പ്രാവശ്യമൊക്കെ വാങ്ങാതിരുന്നിട്ടുള്ളൂ. അല്ലാതെ എല്ലാ വർഷവും ഞാൻ എന്തെങ്കിലും ഗോൾഡ് ഓർണമെൻറ്റ് അക്ഷയതൃതീയയ്ക്ക് വാങ്ങാറുണ്ട്. ഇപ്രാവശ്യം റേറ്റ് കൂടിയിട്ടാണോ വാങ്ങാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. റേറ്റ് കൂടിയിട്ട് വാങ്ങാതിരുന്നിട്ടൊന്നുമില്ല. അക്ഷയതൃതീയയ്ക്ക് എത്ര റേറ്റ് ആണെങ്കിലും വാങ്ങണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഇത്തവണയും അക്ഷയതൃതീയയ്ക്ക് ഞാൻ ഗോൾഡ് വാങ്ങിയിട്ടുണ്ട്. ഒരുപാടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നു, ഇപ്പം ഇങ്ങനെ ഭയങ്കര റേറ്റ് ആണല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, 1 ഗ്രാമെങ്കിലും വാങ്ങാം, എനിക്ക് 1 ഗ്രാം മതി. പക്ഷേ ഇപ്പോൾ 1 ഗ്രാം വാങ്ങണമെങ്കിൽ പോലും ഒരു 7,000-7,500 രൂപ ആകുമായിരുന്നു അല്ലേ അക്ഷയതൃതീയയ്ക്ക്. ഇപ്പം അക്ഷയതൃതീയ കഴിഞ്ഞിട്ട് 2 ആഴ്ചയോളം ആകാറായി. എന്നാലും ഞാൻ പോയി വാങ്ങി, എനിക്ക് ആഗ്രഹം കൊണ്ട് ഞാൻ പോയി വാങ്ങി. പിന്നെ ഗോൾഡ് ജ്വല്ലറി വാങ്ങിയതിന് ശേഷം പൊലിച്ച് വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആദ്യം ഞാൻ അക്ഷയതൃതീയയ്ക്ക് ഇത് വാങ്ങിച്ചു തുടങ്ങുമ്പം ഏകദേശം 10 പവൻ്റെ അടുത്ത് ഗോൾഡ് ഓർണമെൻറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഒരു 2 വർഷമായെന്ന് തോന്നുന്നു ഞാൻ ഗോൾഡ് ജ്വല്ലറിയുടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്കറിയാം. ആ 10 പവനിൽ നിന്നാണ് എനിക്ക് അത്രയും ഗോൾഡ് ജ്വല്ലറി ഉണ്ടായത്. അപ്പോൾ അത് ഹസ്ബൻഡ് വാങ്ങിച്ചു തന്നതുകൊണ്ട്, അനിയത്തി വാങ്ങിച്ചു തന്നതുകൊണ്ട്, വീട്ടിൽ നിന്ന് അച്ചാച്ചനും അമ്മച്ചിയും വാങ്ങിച്ചു തന്നതുകൊണ്ട്, അങ്ങനെ പലയിടത്തു നിന്നായിട്ട് കിട്ടിയത്. എല്ലാം ഞങ്ങൾ തന്നെ വാങ്ങിച്ചു എന്നുള്ളതല്ല കേട്ടോ. അപ്പം എങ്ങനെയാണെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, അതാണ് ഞാൻ ചിന്തിക്കുന്നത്. പിന്നെ ഇതൊക്കെ വെറും തട്ടിപ്പാണെന്ന് പറയുന്നവരോട്, ഈ 20 വർഷം മുമ്പ് ഞാൻ അക്ഷയതൃതീയയെ പറ്റി അറിയുന്ന സമയത്ത് ഇതിനത്ര ഒരു പോപ്പുലാരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല, അധികം ആളുകൾക്കൊന്നും അറിയില്ലായിരുന്നു. എന്നാലും ഞാൻ ജുവല്ലറി ചെല്ലുമ്പം ഈ ഹിന്ദുക്കള് സ്ത്രീകൾ ഒരുപാട് പേര് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് വാങ്ങിക്കാൻ. ക്രിസ്ത്യൻസ് ഒക്കെ അന്ന് വളരെ കുറവായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. കാരണം ഹിന്ദുക്കൾക്കൊക്കെ അറിയാമായിരുന്നു ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനെ ഒരു അക്ഷയതൃതീയ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടെന്നൊക്കെ അറിയാമായിരുന്നു. അതും കഴിഞ്ഞ് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ജുവല്ലറിക്കാർ ന്യൂസ് പേപ്പറിലൊക്കെ പരസ്യം ഇടുന്നതൊക്കെ ഞാൻ കാണാൻ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു അത് ഈ ജുവല്ലറിക്കാർ ഇതിന് ഒരു പോപ്പുലാരിറ്റി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 10-12 വർഷമൊക്കെ ആയിട്ടുള്ളതെന്ന് തോന്നുന്നു. അതിൽ കൂടുതലൊന്നും ആയിട്ടില്ല. അതിനുശേഷമാണ് അവർ ഇത്ര ഒരു പോപ്പുലാരിറ്റി കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിനു മുമ്പും ആൾക്കാർ ഇത് വാങ്ങാറുണ്ടായിരുന്നു, ഇതിനെപ്പറ്റി അറിയാവുന്നവർ ഇത് വാങ്ങാറുണ്ടായിരുന്നു. അപ്പം ഞാൻ വിശ്വസിക്കുന്നു അത് നല്ലൊരു കാര്യമാണ്, നമുക്ക് അത് കൂടുതൽ ഐശ്വര്യമാണ്, അല്ലെങ്കിൽ പൊലിച്ചു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അനുഭവത്തിൽ നിന്നുമാണോ ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇത് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഓരോ വർഷവും ഗോൾഡിൻ്റെ വില പോകുന്നത് നമുക്കറിയാം അല്ലേ. റോക്കറ്റിനേക്കാൾ സ്പീഡിലാണ് ഗോൾഡിൻ്റെ വില പോകുന്നത്. അതായത് ഞാൻ കഴിഞ്ഞ വർഷം 2023 അക്ഷയതൃതീയയ്ക്ക് ഗോൾഡ് വാങ്ങിക്കുമ്പം 5,000 സംതിങ് ആയിരുന്നു 1 ഗ്രാമിൻ്റെ വില.
ഇപ്പോൾ അത് 1 ഗ്രാമിന് 1000 രൂപയിലധികം ഇപ്രാവശ്യം 2024 അക്ഷയ തൃതീയയ്ക്ക് ഗോൾഡിൻ്റെ റേറ്റ് കൂടിയിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ നേരത്തെ തൊട്ട് വാങ്ങിച്ച് വെക്കുന്നത് നമുക്ക് ഒരു മുതൽക്കൂട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. നിങ്ങൾക്കും ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും അല്ലേ? അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യുന്നു, ഇങ്ങനെ എന്തിനാണ് വാങ്ങിച്ച് വെക്കുന്നതെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഗോൾഡ് ഓർണമെൻറ്റ്സ് ഇഷ്ടമായതുകൊണ്ട് വാങ്ങുന്നു. പിന്നെ ഇതൊരു അസറ്റാണ്. നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിൽക്കുകയോ ബാങ്കിൽ പണയം വെക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ചോദിക്കും, ബാങ്കിൽ നമുക്ക് പൈസ ബാങ്കിലിട്ടാൽ പോരെ? ഒരു കാര്യം, ഇപ്പം നമുക്ക് ബാങ്കുകളെ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. ഒരുപാട് ബാങ്കുകളൊക്കെ പൊട്ടിപ്പോയല്ലേ, ഒരുപാട് പേരുടെ പൈസയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഗോൾഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ ആവശ്യം വന്നാൽ പണയം വെക്കാം, വിൽക്കാം. ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ വർഷമാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചൊരു ഹ്യൂജ് എമൗണ്ടിൻ്റെ തന്നെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ ഗോൾഡ് വിറ്റു. ഏകദേശം ഒരു 30 പവൻ്റെ ഗോൾഡ് അന്ന് വിൽക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ വിൽക്കുന്നതിൽ എനിക്ക് അതിൽ വിഷമമൊന്നുമില്ല. കാരണം നമ്മൾ അതും കൂടെ മുന്നിൽ കണ്ടാണ് ഈ ഗോൾഡ് ഞാൻ ജ്വല്ലറിയൊക്കെ വാങ്ങുന്നത്. നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ കുടുംബത്തിന് നമുക്കൊരാവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വിറ്റ് നമുക്ക് കാശാക്കാം എന്നുള്ള ഒരു ഐഡിയയും കൂടെ മുന്നിൽ കണ്ടാണ് ഞാൻ ഗോൾഡ് ഓർണമെൻറ്റ്സ് വാങ്ങുന്നത്. അപ്പോൾ ഇത് പലപ്പോഴായിട്ട് വാങ്ങിയതാണെന്ന് വിചാരിക്കണം. ഇപ്പോൾ 1 ഗ്രാം തൊട്ട് ഞാൻ വാങ്ങിയതുണ്ട്. 1 ഗ്രാമിൻ്റെ ആയിരിക്കും ചിലപ്പോൾ വാങ്ങുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ അര പവൻ്റെ ആയിരിക്കും, ചിലപ്പോൾ 1 പവൻ്റെ ആയിരിക്കും. അങ്ങനെ നമ്മൾ പല രീതിയിൽ വാങ്ങിയതാണ്. നമ്മൾ ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ചാണ് നമുക്ക് കുറേ ഗോൾഡ് ഉണ്ടാകുന്നത്. നേരത്തെ തൊട്ട് വാങ്ങിച്ചത് ഗോൾഡിൻ്റെ വില വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ടിന് തന്നെ ഞങ്ങൾക്ക് ആ ഗോൾഡ് റീസെയിൽ ചെയ്യാൻ പറ്റി. നല്ല റീസെയിൽ വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യം നടക്കുകയും ചെയ്തു. അപ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്ന് നമുക്കൊരു കുറച്ച് എമൗണ്ടൊക്കെ അത്യാവശ്യമായിട്ട് വരുമ്പോൾ വിൽക്കാമല്ലോ എന്നുള്ള ആ ഒരു ചിന്ത എന്നും മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് വിൽക്കുകയും ചെയ്തു. അതിലൊന്നും എനിക്ക് ഒരു പരാതിയോ പരിഭവോ സങ്കടമോ ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ തന്നെയാണ് അപ്പായോട് പറഞ്ഞ് നമുക്ക് കുറച്ച് ഗോൾഡ് വിറ്റ് ക്യാഷ് റെഡിയാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇത്തവണ ഗോൾഡ് വാങ്ങാൻ ഞാൻ അക്ഷയ തൃതീയയ്ക്ക് 2-3 ദിവസം മുമ്പേ പോയി ഞാൻ ഓർണമെൻറ്റ്സ് ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചു. കാരണം ഇനി അന്ന് തിരക്കാണെങ്കിൽ എന്ത് ചെയ്യും, പിന്നെ അത്രയും ഒരു ആൾക്കാരൊക്കെ ഉള്ളപ്പം എനിക്ക് എൻ്റേതായ രീതിയിൽ പോയിരുന്ന് സെലക്ട് ചെയ്യാനുള്ള ഒരു സൗകര്യമൊന്നും അന്ന് കാണത്തില്ല. കാരണം അന്ന് ഷോപ്പിൽ തിരക്കായിരിക്കും, അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ ഓർണമെൻറ്റ്സ് ഒക്കെ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റേതായ ചില ഐഡിയകളുണ്ട്. അപ്പം ആ ഒരു രീതിക്കാണ് ഞാൻ ഓർണമെൻറ്റ്സ് ഒക്കെ സെലക്ട് ചെയ്യുന്നത്. ഇപ്പം എന്തെങ്കിലും മാലയൊക്കെ ആണെങ്കിൽ എനിക്ക് ചിലപ്പോൾ അതിന് നീട്ടം കൂട്ടണം, അല്ലെങ്കിൽ നീട്ടം കുറയ്ക്കണം. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടുന്ന് ചെയ്തു തരണമല്ലോ. അപ്പോൾ ഈ ഒത്തിരി ആൾക്കാരും തിരക്കുള്ള ഒരു ദിവസം അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും എന്ന ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 2-3 ദിവസം മുമ്പേ പോയി എനിക്ക് വേണ്ട ഓർണമെൻറ്റ്സ് ഉണ്ടോ എന്നൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചു. കാരണം എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഇത്തവണ എന്താണ് അക്ഷയ തൃതീയയ്ക്ക് വാങ്ങേണ്ടത് എന്നുള്ളത്. അപ്പോൾ നേരത്തെ പോയി എൻ്റെ ഐഡിയയിലുള്ള സാധനം അവിടെ ഉണ്ടെങ്കിൽ തന്നെ എത്ര തൂക്കം വരും, അപ്പോൾ അതിന് നമ്മൾ എത്ര രൂപ കൈ കരുതേണ്ടി വരും എന്നൊക്കെ ഒരു കാര്യങ്ങൾ അറിയാൻ കൂടെ ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പോയത്. കാരണം ഇപ്പം ഗോൾഡിന് ഇത്രയും റേറ്റ് കൂടി നിൽക്കുന്നത് കൊണ്ട് ഒരുപാട് തൂക്കത്തിലുള്ള ഒരു ഐറ്റം എടുക്കണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചില്ല. എനിക്ക് താല്പര്യമില്ലായിരുന്നു ഇത്രയും ഗോൾഡിന് റേറ്റ് കൂടി നിൽക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ പോയി. പിന്നെ വേറൊരു ചിന്ത കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടയിൽ അധികം തിരക്കൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ജ്വല്ലറി എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല വേറെ എന്തെങ്കിലും മോഡൽ ഉണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ തൂക്കം അറിയാം, വില അറിയാം, അപ്പോൾ വേണമെങ്കിൽ അത് വാങ്ങാൻ ശ്രമിക്കാം. അങ്ങനെയൊക്കെ പലവിധ ചിന്തകളായിരുന്നു, പലവിധ പ്ലാനുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2-3 ദിവസം മുമ്പേ പോയി എനിക്ക് വേണ്ട സാധനങ്ങൾ കണ്ടുവച്ചു. ഈ പ്രാവശ്യം ഞാൻ വാങ്ങിച്ചിട്ടുള്ള ചെറിയ 1-2 ഓർണമെൻറ്റ്സ് ഉണ്ട്, അത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ റെസിപ്റ്റ് എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രൈസ് ചേഞ്ച് വന്നിരിക്കുന്നത് ഒന്ന് നിങ്ങളെ അറിയിക്കുക, അല്ലെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. കാരണം ഈ ഗോൾഡ് വാങ്ങിക്കുന്നത് ഇതിലെന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നവരുടെ അവരെ ഒന്ന് അറിയിക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പം അതായത് 2023 ഞാൻ അക്ഷയ തൃതീയയ്ക്ക് ഗോൾഡ് വാങ്ങിക്കുമ്പം അന്ന് 1 ഗ്രാം ഗോൾഡിൻ്റെ റേറ്റ് 5575 ഇപ്രാവശ്യം 2024 അത് 1 ഗ്രാം ഗോൾഡിൻ്റെ വില വന്നിരിക്കുന്നത് 6700 രൂപയാണ്. അപ്പോൾ 1000-ലധികം രൂപ 1 ഗ്രാമിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഒരിതാണല്ലോ, അത്രയും വില കൂടുന്ന വേറൊരു സാധനവും ഇല്ലല്ലേ. അപ്പോൾ അതാണ് ആ ഒരു റേറ്റിൻ്റെ വ്യത്യാസം വന്നിരിക്കുന്നത്, ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ.
പിന്നെ ചിലർ ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഹസ്ബൻഡാണോ വാങ്ങിച്ചു തരുന്നത്, ഹസ്ബൻഡാണോ ഇതിന് പൈസ തരുന്നത്? ഹസ്ബൻഡ് അല്ലാതെ പിന്നെ ആര് പൈസ തരാണ്? ഹസ്ബൻഡിന് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഹസ്ബൻഡിന് ഇഷ്ടമാണ്, താല്പര്യമാണ് വാങ്ങുന്നതിന്. അപ്പോൾ ഹസ്ബൻഡിന് ഞാൻ ഒരുപാട് ഡ്രസ്സും ചെരുപ്പും ഒക്കെ വാങ്ങിക്കുന്നതിനാണ് പുള്ളിക്ക് താല്പര്യക്കുറവ്. അതിനെന്നെ വഴക്കൊക്കെ പറയാറുണ്ട് കേട്ടോ. എന്തിനാ ഇതിന് മാത്രം ഡ്രസ്സ് വാങ്ങുന്നേ, വെറുതെ പൈസ കളയുമല്ലേ, ഇത്ര ഡ്രസ്സിൻ്റെ ആവശ്യമില്ലല്ലോ, ആവശ്യത്തിന് പോരെ, എന്തിനാ ഇത് മാത്രം ചെരുപ്പ് വാങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്കൊക്കെ പറയാറുണ്ട്. പക്ഷേ പുള്ളി അന്നേരം എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം, നീ വെറുതെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിങ്ങനെ പൈസ കളയാതെ ആ പൈസയ്ക്ക് നിനക്ക് ഗോൾഡ് വാങ്ങിച്ചുകൂടെ എന്ന് ഇങ്ങോട്ട് ചോദിക്കും. അപ്പോൾ അതെനിക്കൊരു മോട്ടിവേഷനാണ്. അപ്പോൾ പുള്ളിക്ക് ഗോൾഡ് വാങ്ങുന്നതിന് താല്പര്യം ആയതുകൊണ്ട് നമുക്ക് പിന്നെ പിന്നെ വാങ്ങാൻ പറ്റുമല്ലോ. അപ്പോൾ ഇനി ഞാൻ ഓർണമെൻറ്റ്സ് കാണിക്കാം. അപ്പോൾ അധികമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു റിങ് വാങ്ങി, ഒരു സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള ഒരു റിങ്. ഇതൊരു 3.5 ഗ്രാമിൻ്റെ ഒരു റിങ് ആണേ കേട്ടോ. പക്ഷെ ഇത് ഞാൻ അന്ന് ആദ്യമേ പോയി സെലക്ട് ചെയ്ത് വെച്ച ഒരു റിങ് അല്ല കേട്ടോ. ഞാൻ ആദ്യം റിങ് വാങ്ങാൻ എനിക്ക് പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷെ വാങ്ങാൻ പോയപ്പം അപ്പോൾ കുറച്ചുകൂടെ പൈസ തന്നതുകൊണ്ട് എനിക്ക് ഈ റിങ് കൂടെ വാങ്ങാൻ പറ്റി, അത്രേ ഉള്ളൂ. ഇതാണ് റിങ്. ഇത് മൊത്തം വൈറ്റ് സ്റ്റോൺസ് ആണ് വെച്ചിരിക്കുന്നത്. 3.5 ഗ്രാമാണ്. അപ്പോൾ ഇത് അത്യാവശ്യം വട്ടമുള്ള ഒരു റിങ്ങാണ്, അതാണ് അത്രയും തൂക്കം വന്നത്. കാരണം എനിക്ക് അല്പം വണ്ണമൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് ഈ വിരലിലും കൂടെ പാകമാകുന്ന സൈസിലുള്ള ഒരു റിങ്ങാണ് ഞാൻ വാങ്ങിയത്. അല്ലെങ്കിൽ പിന്നെ റിങ് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ പാകമാകുന്ന സൈസ് 1 ഗ്രാമിൻ്റെ 1.5 ഗ്രാമിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 എണ്ണം എടുക്കാം. പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ തീരെ ലൈറ്റ് വെയിറ്റ് എടുക്കണ്ട, എടുക്കുമ്പോൾ ഒരെണ്ണം നല്ലത് എടുക്കാമെന്ന് കരുതിയാണ് ഞാൻ ഇത്രയും തൂക്കമുള്ള ഒരു റിങ് എടുത്തത്. അപ്പം ഞാൻ ഇതിൽ കുറേ ഫോട്ടോസ് കാണിക്കാം. അപ്പോൾ ഞാൻ അന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസിൻ്റെ ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എടുത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ കൊണ്ട് എല്ലാവരും ഒന്ന് കാണിക്കാനും ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയായിരുന്നു ഫോട്ടോ എടുത്തത്. ഒരുപാടൊന്നുമില്ല കേട്ടോ. എനിക്ക് സ്പെഷ്യലായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മാല, അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ്, അതൊക്കെ എടുത്തത്. അപ്പോൾ അതിൻ്റെ ഫോട്ടോയും കൂടെ ഞാൻ ഈ കൂടെ നിങ്ങളെ കാണിക്കാം. പിന്നെ ഞാൻ സെലക്ട് ചെയ്തത് ഇതാ ഇങ്ങനെയൊരു കൈ ചെയിനാണ്, ബ്രേസ്ലെറ്റ്. അപ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു കൈ ചെയിൻ വാങ്ങണം എന്നുള്ള, ബ്രേസ്ലെറ്റ്. അപ്പം ഞാൻ ഓരോ പ്രാവശ്യം ജ്വല്ലറി ചെന്ന് കഴിയുമ്പോൾ, ഏത് ജ്വല്ലറി ചെന്ന് കഴിഞ്ഞാലും ഞാൻ നോക്കും, ബ്രേസ്ലെറ്റ് നോക്കും. അപ്പോൾ ഒരുപാട് എനിക്ക് തൂക്കം വേണ്ട, 1 പവൻ്റെയൊക്കെ മതി, 1 പവന് താന്നാലും കുഴപ്പമില്ല. പക്ഷേ ഏതെടുത്ത് എൻ്റെ കയ്യിൽ ഇട്ട് നോക്കിക്കഴിഞ്ഞാലും, വണ്ണമൊക്കെ ഉള്ള കൈ ആയതുകൊണ്ട് ഏതെടുത്തിട്ട് കഴിഞ്ഞാലും ഒരു ചേർച്ചയില്ല, ഒരു സുഖമില്ല, എന്തോ എനിക്കൊരു ഇഷ്ടക്കുറവ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വളയോ അങ്ങനെ എന്തെങ്കിലും എടുക്കും. പക്ഷെ എന്നും മനസ്സിലൊരാഗ്രഹമായിരുന്നു നല്ലൊരു ബ്രേസ്ലെറ്റ് വേണം എന്നുള്ളത്. അങ്ങനെ ബ്രേസ്ലെറ്റ് ആഗ്രഹിച്ചാണ് ഇപ്രാവശ്യം ഇത് നോക്കാനായിട്ട് പോയത്. അപ്പം എൻ്റെ ആഗ്രഹം പോലെ തന്നെ എനിക്ക് ഒരു ബ്രേസ്ലെറ്റ് കിട്ടി. അപ്പോൾ ഈ ബ്രേസ്ലെറ്റ് ഇത്രയാണ് ജുവല്ലറിയിലുണ്ടായിരുന്നത്, ഇത്രയും ഭാഗമാണ്. ഈ കൊളുത്ത് ഇത്ര ഐറ്റംസേ ഉള്ളൂ. ഇത് അപ്പോൾ ഇതുണ്ടായിരുന്ന ഏതാണ്ട് 8 ഗ്രാം അടുത്തായിരുന്നു ഇതിൻ്റെ തൂക്കം വന്നേ. അപ്പം അപ്പോൾ എനിക്ക് അങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ വള പോലെ ടൈറ്റായിട്ട് കിടക്കും. അപ്പോൾ അതെനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ സൈഡിലേക്ക് ഒരു ചെറിയ ചെയിൻ പിടിപ്പിച്ചു. ചെയിൻ്റെ അറ്റത്തൊരു ചെറിയ പെൻഡൻറ്റും കൂടെ. അപ്പോൾ ഈ പെൻഡൻ്റാണ് ഞാൻ ഈ ഒരു ചെയിനിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ ഇങ്ങനത്തെ ഒരു ബ്രേസ്ലെറ്റ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒരു പെൻഡൻറ്റും കൂടി ഇടുകയാണെങ്കിൽ ഉണ്ടല്ലോ, ആ ബ്രേസ്ലെറ്റിൻ്റെ ലുക്ക് ഒന്ന് വേറെയാണ്. ഭയങ്കര ഒരു നല്ല ലുക്കാണ് നമുക്കത് കാണാനായിട്ട്, ഭയങ്കര ഒരു അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നുന്നു. കണ്ടോ, ഇങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഈ ചെയിൻ വെറുതെ ഇങ്ങനെ കിടക്കുമല്ലേ, ഒരു ഭംഗിയില്ല. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, എനിക്ക് എൻ്റെതായ ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും മിക്കവാറും വാങ്ങിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടാണ് ഞാൻ ആ തിരക്കില്ലാത്ത സമയത്ത് പോയിട്ട് ഇത് സെലക്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു പെൻഡൻ്റ്, ഒരു ചെയിനും കൂടെ വാങ്ങി, നല്ലൊരു ഇനാമൽ വർക്കുള്ള ഒരു റെയറായിട്ട് കാണുന്ന പറഞ്ഞാൽ അല്ലേ. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ തന്നെ മുത്ത് പോലെ ഉള്ളത് വേണം. അപ്പോൾ ഞാൻ ഓർത്തു അതൊക്കെ ഒരു ഇങ്ങനെ മാലയിലൊക്കെ കിടക്കുന്ന കാണാം, അങ്ങനത്തെ ഈ ഹാർട്ട് ഷേപ്പും ഇങ്ങനെ ചെറിയ കല്ല് വെച്ചതും, അതൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഇതാണല്ലോ. അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനെയൊരു പെൻഡൻറ്റ് വാങ്ങിയത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇത് ഏകദേശം
ഒരു 9 ഗ്രാം മിച്ചം, ഒരു 10 ഗ്രാം അടുത്തുള്ള ഒരു 1.25 പവൻ അടുത്ത് വരുന്നുണ്ടേ. കണ്ടോ? അപ്പോൾ ചെയിൻ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ഭംഗിയല്ലേ? എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോഴത്തേക്കും വീട്ടിലും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട്. അപ്പം ഇത്രയൊരു ഇങ്ങനെയൊരു മോഡലൊക്കെ ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇട്ടിട്ടാണെങ്കിലും അത്യാവശ്യം കാണാനുണ്ടല്ലേ. ഇതാണ് അക്ഷയ തൃതീയയ്ക്ക് വാങ്ങിയ മറ്റൊരു ഐറ്റം. ഇനി ഒരെണ്ണം കൂടി ഉണ്ടേ. ഇനി ഞാൻ വാങ്ങിയത് ഒരു പെൻഡൻ്റ് ആണ്. ഇതൊരു പെൻഡന്റ്, റോസ് ഗോൾഡിന്റെ പെൻഡന്റ് ആട്ടോ. അപ്പോൾ റോസ് ഗോൾഡ് ഇപ്പം ഒരു ഭയങ്കര ട്രെൻഡായിട്ട് വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ഇതിന് ഗോൾഡിനേക്കാളും 1 ഗ്രാമിന് 1000 മിച്ചം റേറ്റ് കുറവുണ്ട്. അതായത് ഞാൻ ഈ പെൻഡന്റ് വാങ്ങിക്കുമ്പം ഇതിൻ്റെ 1 ഗ്രാമിൻ്റെ വില 5675 രൂപയാണേ. അപ്പം അന്ന് ഗോൾഡിന് 6700 രൂപയുണ്ട്. അപ്പോൾ അത്രയും ഒരു വ്യത്യാസം വരുന്നുണ്ട്. 1000 സംതിങ് 18 ക്യാരറ്റിന് 916നേക്കാളും വില വ്യത്യാസമുണ്ട്. 18 ക്യാരറ്റ് എനിക്ക് വലിയ ഇഷ്ടമാണ്. റോസ് ഗോൾഡ് ആണല്ലോ. അപ്പോൾ അത് ഇതുണ്ട്, അത് ഒരു എന്താണ് ഒരു താലം പോലെ താഴെ. അപ്പോൾ അതിൻ്റെ നടുക്ക് മുകളിലായിട്ട് ഒരു വൈറ്റ് ഗോൾഡ് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തൊരു പൂ വിരിക്കുന്ന പോലെയാണ്. വേണ്ട, മനസ്സിലാവുന്നുണ്ടോ? ഒരു പൂ വിരിക്കുന്ന പോലെയുള്ള ഒരു ഡിസൈനാണ്. ഇതിങ്ങനെ കുറച്ചിങ്ങനെ പൊങ്ങി നല്ലൊരു പൂ പോലെ. അപ്പോൾ ഇത് ആണ് വാങ്ങിയത് പെൻഡന്റ്. ഈ പെൻഡന്റിന് വേണ്ടി ഞാൻ നേരത്തെ തന്നെ എനിക്ക് നേരത്തെ ഒരു മാലയുണ്ട്, ഒരു ചെറിയ ഒരു ചെയിൻ ഉണ്ടായിരുന്നു, 18 ക്യാരറ്റിന്റെ റോസ് ഗോൾഡ്. അപ്പം അത് ഞാൻ ഇതിന് മുമ്പ് വാങ്ങിച്ച കേട്ടോ, അക്ഷയ തൃതീയയ്ക്ക് മുമ്പ് വാങ്ങിച്ച. അപ്പം അത് നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ആ ഒരു മാലയ്ക്ക് അതിന് വേറൊരു പെൻഡന്റ് ആയിരുന്നു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു പെൻഡന്റ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം റോസ് ഗോൾഡും കൂടെ വരുമ്പോഴത്തേക്കും നല്ലൊരു കോമ്പിനേഷൻ, നല്ലൊരു മാച്ചിങ് ആണ്, നല്ലൊരു ലുക്ക് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതും കൂടെ വാങ്ങിയത്. ഇതിൻ്റെ തൂക്കം വന്നിരിക്കുന്നത് 4 ഗ്രാം, അരപ്പവനാണേ. യെസ്, 3940. അപ്പോൾ 4 ഗ്രാം എന്ന് കൂട്ടാം. 4 ഗ്രാമാണ് ഇതിൻ്റെ തൂക്കം വന്നിരിക്കുന്നത്. അപ്പോൾ റേറ്റ് വന്നിരിക്കുന്നത് 5675 1 ഗ്രാമിന്. അപ്പോൾ ഞാൻ നേരത്തെ വാങ്ങിയ ഓർണമെൻറ്റ്സിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റിയൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് 3ആണ് ഇപ്രാവശ്യത്തെ അക്ഷയ തൃതീയയ്ക്ക് വാങ്ങിയത്. ഞാൻ ഹാപ്പിയായി. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോഴേ ഒരുപാട് പേരിങ്ങനെ എന്താണ് വളരെ ദുഃഖത്തോടെയും സന്തോഷത്തോടെയും ദേഷ്യത്തോടെയൊക്കെ കമൻസ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരോടും സന്തോഷം മാത്രം. ഹാപ്പി ആയിട്ട് കമൻസ് ഇടുന്നവരോട് ഒരുപാട് സന്തോഷം. ദേഷ്യപ്പെടുന്നവരോട് ദേഷ്യമൊന്നുമില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ മൈൻഡാണല്ലോ. പിന്നെ സങ്കടം പറയുന്നവരോട് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ നമുക്ക് എന്താണ്, നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നു. നമുക്ക് നല്ലത് വരാം, ചീത്ത വരാം. അപ്പം നമ്മൾക്ക് പറ്റുമെങ്കിൽ വാങ്ങിക്കുക, അല്ലെങ്കിൽ പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട. പിന്നെ ഇല്ലാത്തവർ ഒന്ന് ശ്രമിച്ച് നോക്കുക, കുറച്ചെങ്കിലും കൂട്ടി വെച്ച് എന്തെങ്കിലും വാങ്ങാനായിട്ട് ശ്രമിക്കുക. പിന്നെന്താണ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ഇനി വേറെന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി ഞാൻ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ കമൻസിൽ ഇടുക, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.